പിന്നെയും പ്രകൃതിക്ക് സിമ്പിളായിട്ട് അതിനെ കീഴ്പ്പെടുത്താം എന്നുള്ള സംഭവം അതിൻ്റെ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ദീപക് ജോണാണ്. തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചിറ എന്ന സ്ഥലത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഇദ്ദേഹം ഒരു കലാകാരനാണ്, അതുപോലെ തന്നെ ഒരു ഹെൽത്ത് ട്രെയിനറും കൂടിയാണ്. ഇദ്ദേഹം ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകൾ കാണാനാണ് വന്നത്. ആ വർക്കുകൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്നതായിരിക്കും. അദ്ദേഹം എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നതെന്നൊക്കെ ആൾ തന്നെ നമ്മളോട് പറയും. ബോൺസായിയുടെ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എത്തിയത്, ഞാൻ ആദ്യമേ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അപ്പച്ചൻ്റെ കൂടെ എൻ്റെ ഫാദറിൻ്റെ കൂടെ കൂടിയിട്ട് പ്ലാന്റ് വയ്ക്കാനും അങ്ങനെ എൻ്റെ ഒരു ചെറുപ്പത്തിൽ എനിക്കൊരു കിട്ടിയൊരു അരയാളിൻ്റെ തൈയാണ് ബോൺസായി എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ എത്തിച്ചത്. അപ്പോൾ അത് ആ കാലത്ത് എല്ലാവരും ചെയ്യുന്ന പോലെ കുറേ കമ്പി ഇട്ട് തിരിച്ച് വളയ്ക്കാനും തിരിക്കാനും കുറേ റോങ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെയൊക്കെ തന്നെ ഞാൻ ചെയ്തിരുന്നത്. പിന്നെ ഇത് ചെയ്താണ് ഞാനിത് മനസ്സിലാക്കിയത്. പിന്നെ കുറേ ഇന്ന പോലെ ആയാൽ നന്നായിരിക്കും എന്നുള്ള നമ്മുടെ തോട്ടും, ചിലപ്പോൾ ഒരു മരത്തിൻ്റെ താഴെ നമ്മൾ പോയിട്ട് ഇങ്ങനെ നോക്കും, അതിൻ്റെ മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മരം എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ആ മരത്തിൻ്റെ ശാഖകൾ എങ്ങനെയാണ് പോയാണ്, അങ്ങനെയുള്ള ഓരോ സംഭവം കണ്ടാണ് ഞാൻ ശരിക്കും അതിൻ്റെ ഒരു സ്റ്റൈല് പഠിച്ചത്. ഇപ്പോഴും എനിക്ക് ബോൺസായി ചെയ്യുന്ന ഇതിന് കുറേ നിയമങ്ങളുണ്ട്, തിയറി ഉണ്ട്. എനിക്കതൊന്നും അറിയില്ല. എനിക്കതിനേക്കൊക്കെ ഉപരിയായിട്ട് ഇത്തരം ഒരു ആർട്ടിൻ്റെ രൂപത്തിലേക്ക് ആക്കാനാണ് എൻ്റെ ഒരു ഇഷ്ടം. എനിക്ക് ഇപ്പോൾ ഈ പ്ലാന്റിനേക്കാൾ കൂടുതൽ ഈ പ്ലാന്റ് വളർത്തുമ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റായിട്ട് ഇവിടെ ഒരു ഐഡൽ വരുന്നുണ്ട്. ഇതൊരു സ്റ്റോണിൽ കാർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൂടി ഒരുമിച്ച് ബിൽഡ് ചെയ്യിപ്പിക്കാൻ എൻ്റെ താല്പര്യം അങ്ങനെയാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഞാൻ ഉണ്ടാക്കും. ഉണ്ടാക്കുന്നതാണ് ഞാൻ ബോൺസായിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു പ്ലാന്റിനെ ഇതിൻ്റെ കൂടെ കടത്തിവിട്ട് അതിനെ വളർത്തിയെടുക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോഴാണ് അതിനൊരു സംതിങ് എനിക്കൊരു സന്തോഷം കിട്ടുന്നത്, അതോടൊപ്പം മറ്റൊരു ഭംഗി വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതേപോലെ സ്റ്റോണിൽ അതേപോലെ കുറേ ഐഡൽസ് വെച്ചും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രീയുടെ താഴെ അതിന് പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ട് ആ അറ്റ്മോസ്ഫിയർ അവിടെ നിലനിൽക്കാൻ പറ്റുന്നതും അതിലേക്ക് സ്യൂട്ടബിൾ ആവുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്ക് ആവും. അപ്പോൾ അഗെയിൻ നമ്മുടെ കയ്യിലൊരു നമ്മുടെ കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിലേക്ക് പറ്റുന്ന ഒരു സ്റ്റോൺ തേടി നമ്മൾ പോകേണ്ടി വരും. ചിലപ്പോൾ നമുക്കതിന് സ്യൂട്ടബിൾ ആവുന്ന ഐഡൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ പ്രതികൂലമായിട്ട് ചിലപ്പോൾ കുറച്ച് നേരം നമ്മളെ കുറേ നേരം ഇരുത്തും. മെയിനായിട്ട് ആവശ്യം ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ട്രയൽ എടുക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിത് സാധിക്കും. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത് മിക്ക ബോൺസായിസും ഔട്ട്ഡോർ വയ്ക്കാനാണ്. ഇൻഡോർ വയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. ഇൻഡോർ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇൻഡോർ നമുക്ക് പ്ലാന്റിനെ സംബന്ധിച്ച് അത്ര നല്ലതല്ല. ഇൻഡോർ വയ്ക്കാമെന്നൊക്കെ പരസ്യമൊക്കെ പറയാം. പക്ഷേ ഫുള്ളി ഇൻഡോറിൽ സെമി ഷെയ്ഡ് വയ്ക്കാവുന്ന ടൈപ്പ് ഇപ്പോൾ ഇത്തരം പ്ലാന്റുകളൊക്കെ സഫ്ലോറ ടൈപ്പും അങ്ങനെ കുറച്ച് പ്ലാന്റുകൾ എനിക്ക് ഓർഡർ തന്ന് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഒരു നടുമുറ്റം, വിൻഡോ സൈഡ്, അല്ലെങ്കിൽ ബാൽക്കണി, അല്ലെങ്കിൽ സിറ്റ് ഔട്ട്, അങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണ്. ഇതും നമുക്ക് ഇതേപോലെ ഇത് കംപ്ലീറ്റ് വേരുകളൊക്കെ വരുന്ന ടൈപ്പും നമുക്കൊരു വലിയൊരു മരത്തിൻ്റെ ഫീല് തരുന്നതുമാണ്. ഇത്തരം പ്ലാന്റുകളും നമ്മൾ ഓർഡർ അനുസരിച്ച് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ വരുന്നത് ഇതിപ്പോൾ ഇത് ഒരുപാട് എൻക്വയറി വരുന്നൊരു മോഡലാണ്. ഊഞ്ഞാലിലാടുന്ന കൃഷ്ണനൊരു കല്ലിലും അതിനനുസരിച്ചൊരു പ്ലാന്റിലും ഹാങ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ആടുന്നൊരു രൂപം. ഇത്
ഇത് എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലും പുറത്തായി ഇന്ത്യയിലും മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മോഡലാണ്. എനിക്ക് കുറേ ഓർഡറുകൾ എൻ്റെ അടുത്ത് വരാറുള്ളൊരു മോഡലാണ്. ഇതൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇപ്പോൾ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇങ്ങനൊരു സ്റ്റോൺ നമുക്ക് കിട്ടണം, ഇങ്ങനൊരു ട്രീ കിട്ടണം. ഈ ട്രീയിലേക്ക് ഞാനിങ്ങനെ ഹാങ് ചെയ്യാൻ, അതായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. ഒരു കൃഷ്ണനെ, എനിക്ക് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കൃഷ്ണനെ കിട്ടുക, ആ കൃഷ്ണനെ ഒരു ട്രീയിൽ ഇതിനുള്ള ആടിക്കഴിഞ്ഞ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഇങ്ങനൊരു പ്ലാന്റും ഉണ്ടായത്, ഇങ്ങനൊരു ഇതും ഉണ്ടായത്. സോ എന്തെങ്കിലും ഒരു തീം നമ്മുടെ ഉള്ളിലേക്ക് എത്തണം, അതാണ് അതിൻ്റെ കാര്യം. ഇനി വരുന്നത് ഇത്തരമൊക്കെ ഓരോ കോൺസെപ്റ്റുകളാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിനെ അതിലൂടെ പ്ലാന്റ് മിക്സ് ചെയ്തിട്ട് എൻ്റെ ഒരു സ്റ്റൈലിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ചിലവർ അങ്ങനെ മേടിക്കും, കൃഷ്ണനെ വാങ്ങും, ചിലവർ ഈ ഒരു സ്റ്റൈലിലുള്ളത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. ഞാൻ അടുത്തതൊന്ന് കാണിച്ചു തരാം. ഇത് വരുന്നതും അത്തരം രീതിയിൽ തന്നെ ഉണ്ടായതാണ്. ഇത് ഒരു അമ്പലം എന്നുള്ള കോൺസെപ്റ്റോ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. അതിൽ ഇരിക്കുന്ന ഒരു ബുദ്ധനെയാണ് ഞാനിതിൽ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചുറ്റും വരികയാണെങ്കിൽ പ്ലാന്റുകളുടെ റൂട്ട് വന്ന് അതിനെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ തീം കൊടുത്ത് ചെയ്യുന്നതാണ്. ഇതിനടുത്തത് ഇതും കുറേ പേര് ചോദിക്കുന്നൊരു മോഡലാണ്. അതായത് ഇപ്പോൾ അവർക്ക് അവരുടെ ടേബിളിൻ്റെ മുകളിൽ വയ്ക്കാൻ പറ്റുന്നൊരു ക്യൂട്ടായിട്ടുള്ളൊരു രൂപം, ഒരു ലൈവ് പ്ലാന്റും, ഇത് നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സൊക്കെ യൂസ് ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റുന്നൊരു സംഭവമാണ്. ഇതും അങ്ങനെ ആളുകൾ ചോദിച്ചു വരാറുണ്ട്. ഇതൊരു മറ്റൊരു കോൺസെപ്റ്റാണ്. അതായത് എക്കോസിസ്റ്റം തന്നെ. ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ വെള്ളം ചേഞ്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നില്ല. ഇത് കുറച്ച് ഒരു ചട്ടിയുടെ ഉള്ളിൽ ഒരു എന്താ പറയുക, നമ്മുടെ കണ്ടൽക്കാട് ഉണ്ടാക്കുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് ഒരു ദ്വീപ് എന്നുള്ളൊരു രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ വെള്ളമുണ്ട്, അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഇങ്ങനെ നിൽക്കും. അഗെയിൻ ഇതിനോട് ചേർന്ന് കണ്ട മൊത്തം ഒരു എക്കോസിസ്റ്റമാണ്. മോസൊക്കെ വളർന്ന് പിടിച്ച് നിൽക്കുന്നു. ഇതിന് ഒന്ന് പ്രൂണിങ് സ്റ്റേജാണ്, ഒന്ന് ഇത്രയും ഹെവി ആയിട്ട് വളർത്താറില്ല. ഇതിപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇത് വേറൊരു ഇതേപോലെ തന്നെ ഒരു തോട്ടിൽ നിന്ന് ഉണ്ടായതാണ്. ഇതിന് ഞാനിപ്പോൾ ഒരു ശിവനായിട്ടാണ് സങ്കല്പിക്കുന്നത്. ശിവൻ്റെ തലേന്ന് ഗംഗാ നദി ഒഴുകുന്നതായിട്ടുള്ളൊരു സംഭവമാണ് ഞാനിതിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അവിടെയും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു റഫ് അതിനോട് സാമ്യമുള്ള ഒരു പാറ കിട്ടി. ആ റോക്കിനെ നമ്മളുടെ ഒരു ശൈലിയിൽ കാർവ് ചെയ്ത് വന്നപ്പോൾ എന്തോ ഭാഗ്യത്തിന് അതിനോട് സാമ്യമുള്ളൊരു ഞാൻ ഉണ്ടാക്കി വെച്ചൊരു പ്ലാന്റും കിട്ടി. സോ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ആർട്ട് ഉണ്ടാക്കിയത്. ഇതൊക്കെ ഡിപ്പെൻസ്, നമുക്ക് ഓരോ തോട്ട് വരുമ്പോൾ ചില കാര്യങ്ങൾ അനുകൂലമാവും, ചിലപ്പോൾ അനുകൂലമാവില്ല. എങ്കിലും നമ്മൾ ആ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അത് കിട്ടും. അങ്ങനെ ഒരു ഭാഗ്യത്തിന് കിട്ടിയതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആർട്ടാണ്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും എനിക്ക് പറ്റുന്നതിൻ്റെ മെയിൻ റീസണായിട്ട് എനിക്ക് തോന്നുന്നത്, ഇത് ഇപ്പോൾ എനിക്ക് വർക്കിൻ്റെ ഭാഗമായിട്ടും അതേപോലെ ഞാൻ എവിടേക്കെങ്കിലുമൊക്കെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഫാമിലി സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എൻ്റെ ഫാമിലി എൻ്റെ കൂടെ തന്നെയുണ്ട്. അവരുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ കുറേ ഇതൊക്കെ ഓട്ടോമേഷനാണ്. ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മളുടെ ഒരു ടച്ച് ഉണ്ടെങ്കിൽ പ്ലാന്റുകളൊക്കെ നന്നാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. സോ ഞാനില്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ പാരൻസ് ഉണ്ട്. പാരൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്.
പിന്നെ അടുത്തത് ഇത്തരമൊരു ഇപ്പോൾ ഇത് കൃഷ്ണനെ ആടുന്നൊരു കൃഷ്ണനാണ്. ഈ കൃഷ്ണൻ്റെ ഇത് എനിക്ക് ഓർഡറുകൾ തരാറുള്ളതാണ്, കൂടുതൽ ആൾക്കാർ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുണ്ടാക്കാൻ വേണ്ടി പ്രയത്നത്തിലാണ് ഇങ്ങനൊരു സ്റ്റോണ് ഞാൻ ചൂസ് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഹോളടിച്ച് വന്നപ്പോൾ ഇത് ഇങ്ങനൊരു പ്ലാന്റ് ഇരിക്കാൻ പറ്റുന്ന അത്രയും വളരെ ഡീപ്പായിട്ട് കാർവ് ചെയ്യണം. കാർവ് ചെയ്ത് ഇത്രയും സൈസ് വരുമ്പോൾ പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ളൊരു പോണ്ട് ഉണ്ടാക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അടുത്ത തോട്ട് വരികയാണ്, നമുക്ക് അങ്ങനെ ഒരു ഇതിൻ്റെ ആ ഒരു സംഭവത്തിലേക്ക് വരണ്ട, പകരം നമുക്ക് മറ്റൊന്നാക്കി മാറ്റാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കല്ല് ഒരുപാട് പണിയൊന്നും എടുക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കൊക്കെ നാച്ചുറലി വല്ലയിടത്തും കിടക്കുന്നുണ്ടാവും. ആ കല്ല് കാണുമ്പോഴാവും നമുക്കതിനെ ഇന്ന പോലെ ആക്കായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരെ ചിലപ്പോൾ വരിക. സോ ഒക്കെ തോട്ട് പല രീതിയിലാണ് വരിക. ഇപ്പോൾ ഞാൻ ആദ്യം മേഘങ്ങളെ കുറേ നേരം നോക്കിക്കുമ്പോൾ അതിലൊരു രൂപങ്ങളൊക്കെ കാണാറുണ്ട്. ഇങ്ങനെ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് നമ്മൾ ചെറുപ്പത്തിലേ ചിന്തിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഞാൻ എത്തിപ്പോണത്. പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും അങ്ങനെ മാത്രമല്ല, ഇപ്പോൾ ഈ ഐഡൽസൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ യൂത്ത് കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമാണ് എൻ്റെ അടുത്ത് ചോദിച്ചു വരാറുള്ള മോഡലാണിത്. ഇതിപ്പോൾ ഒരു കാറ് ഞാൻ നോക്കിയത് മനുഷ്യനിർമ്മിതമായ എന്തിനേയും പ്രകൃതിക്ക് സിമ്പിളായിട്ട് അതിനെ കീഴ്പ്പെടുത്താം എന്നുള്ള സംഭവം, അതിൻ്റെ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇത് കണ്ട ട്രീ കാറിനെ പിടിച്ച് വലിച്ച് ട്രീ അതിലൂടെ പടർന്ന് കയറി മറ്റൊരു വലിയൊരു വൃക്ഷമായി മാറി എന്നുള്ള ഒരു തീമാണ് ഞാൻ ഇതിൽ ഉദ്ദേശിച്ചത്. ഇത് അക്വാസ്കേപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് പുതിയ അക്വേറിയത്തിലെ പുതിയൊരു വെറൈറ്റിയാണ്. അതായത് ലൈവ് പ്ലാന്റുകൾ, നമുക്ക് വെള്ളത്തിൽ വളരുന്ന ടൈപ്പ് പ്ലാന്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഫിഷും ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുകയാണ് മൊത്തത്തിൽ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലും ഒരു ആർട്ട് എൻ്റെ ഉള്ളിൽ വരുന്ന, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതായത് എൻ്റെ ഉള്ളിൽ വരുന്ന കുറേ കാര്യങ്ങളെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിരുന്നാൽ നന്നായിരിക്കും എനിക്ക് വരുന്ന തോട്ടിനെയാണ് ഞാൻ ഇതിൽ കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഡ്രിഫ്റ്റ് വുഡ് എന്ന് പറയും, പഴയ മരത്തിൻ്റെയൊക്കെ വേരുകളില്ലേ, വേരുകളെയൊക്കെ ഒരു ട്രീ പോലെ ആക്കിയാൽ എങ്ങനെയായിരിക്കും നോക്കിയിട്ട് അതിൻ്റെ മീതെ പ്ലാന്റുകളൊക്കെ വെച്ച് ഏറുമാടം ആ മരത്തുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കുമെന്ന് അങ്ങനെയൊക്കെ വന്നു ഞാൻ അങ്ങനെ ചെയ്തു. ഒരു പീസ്ഫുള്ളിൻ്റെ ഒരു ഇതിനു വേണ്ടി പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ഇത് വന്നത് ബുദ്ധനായിരുന്നു. അപ്പോൾ ഞാനൊരു ബുദ്ധനെ ഇങ്ങനെ ഇരുത്താൻ വേണ്ടി നോക്കി. ഇതിലേക്ക് യോജിക്കുന്ന ടൈപ്പ് ഫിഷസ് ഉണ്ട്. എല്ലാ ഫിഷും ചിലപ്പോൾ ഇങ്ങനൊരു ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തില്ല. അത്തരം ഫിഷിനെ കൊടുത്തു. അതിന് വേണ്ട പ്ലാന്റുകൾക്ക് വേണ്ട ഫെർട്ടിലൈസറും അതിന് വേണ്ട മറ്റുള്ള CO2 അതേപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ വെച്ച് ഇതൊരു പക്ക എക്കോസിസ്റ്റമാണ്. ഫിഷിന് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അഗെയിൻ നമ്മൾ ചെറിയ ഫീഡിങ് നമ്മൾ കൊടുക്കും. ലോ മെയിൻ്റനൻസ് ആണ് ഇങ്ങനെ ചെയ്ത്. ഇത് പുതിയൊരു കോൺസെപ്റ്റാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ റോക്കിൻ്റെ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കാണിച്ചതാണ്. ഇതേപോലെ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടാം, അങ്ങനെ ഡിഫിക്കൽട്ടി ഉണ്ട്. എപ്പോഴും
ഇപ്പോൾ ഇത് ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്തത്. ഇതിന് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, നമുക്കത് വെക്കേണ്ടത് ഇപ്പോൾ 3 ലൈൻ മാസ്ക്, അതിന് വേണ്ടി സ്പെഷ്യലായിട്ട് മാസ്ക് വേണം, സ്പെഷ്യൽ ടൂളുകൾ വേണം. എല്ലാ ടൂളും നമുക്ക് ഇതിൽ സ്യൂട്ട് ആവില്ല. റിസ്കി പോയിന്റുകളുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം ചെയ്യുമ്പോൾ ഇത് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഞാനെപ്പോഴും പേടിയോടെയാണ് ഇതിനെ കാണുന്നത്. പതുക്കെ പതുക്കെ ചെയ്യുക. അതായത് നമ്മളുടെ ക്ഷമ എന്ന് പറയുന്ന സംഭവം കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാതെ ഭയങ്കര കഴിവോടുകൂടി അങ്ങനെ ചെയ്യണു, ഭയങ്കര സ്പീഡോടുകൂടി ഞാൻ സ്പീഡ് കുറച്ചിട്ടാണ് ചെയ്യാറ്. ഇതിപ്പോൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നത് ഇതൊന്ന് നോക്കി ചെയ്യുക. അതിനെന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയൊക്കെയാണ് റോക്ക് ആർട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് ചെയ്യുന്നത് എനിക്ക്, അതായത് ഇപ്പോൾ മറ്റുള്ളവർ നന്നായി എന്ന് പറയണു, അല്ലെങ്കിൽ ഞാൻ ബെറ്റർ ആക്കണം എന്ന് തോന്നുന്നു. എന്തൊക്കെ ചെയ്താലും എൻ്റെ മനസ്സിലും ഒരു ചെറിയൊരു കൊള്ളായിരുന്നു. ബിക്കോസ് എനിക്കിതിനെക്കുറിച്ച് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളായിട്ടൊന്നും ഞാൻ ചിന്തിക്കണില്ല. ഞാനിത് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളായത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ കയറി ചെന്ന് ഇതിൽ വന്നു. എന്നിട്ട് എൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ഞാനിത് ചെയ്തെടുത്തു. ഇത് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താ പറയുക, എനിക്ക് ഇനിയും കുറച്ചുകൂടി ഭംഗിയാക്കണമെന്ന് അടുത്ത ഇതിന് ചെയ്യാൻ തോന്നും. അവിടെയും ചെയ്ത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ ഞാൻ ചെയ്തു പോവുക. എവിടെയോ ഒരു ദൈവാനുഗ്രഹം ഉണ്ടെന്ന് ചിന്തിക്കുകയാണ്. അതായത് ഞാനിപ്പോൾ എന്ത് ചെയ്തു വരുമ്പോഴും ഞാനൊരു ഐഡിയയിലേക്ക് ഇന്ന പോലെയെങ്കിലും ആവണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്തെങ്കിലും എത്താൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു എനിക്ക് എവിടെയൊക്കെയോ ഒരു ടച്ച് കിട്ടുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. ഞാൻ ദീപക് ജോണിനെ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തി തന്നു. ദീപക് ജോൺ ചെയ്ത കാര്യങ്ങൾ വളരെ വിശദമായി നമുക്ക് കാണാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ദീപക് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഞാൻ ദീപക് ജോണിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ്. നമ്മളെല്ലാവരും കാഴ്ചകൾ കാണുന്നുണ്ട്. ഈ കാഴ്ചകൾ കാണുമ്പോൾ ചിലതൊക്കെ നമുക്ക് ഒരു കൗതുകം തോന്നുന്ന കാഴ്ചകളായിട്ട് തോന്നാറുണ്ട്. ആ കൗതുക കാഴ്ചകളിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ് കലാകാരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദീപക് ജോൺ ഒരു നല്ല കലാകാരനാണ് എന്ന് ഇവിടെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ അത്ഭുത കാഴ്ചകളിലേക്ക് കൗതുകത്തോടു കൂടി ഇന്നെനിക്ക് കാണാനും അത്ഭുതത്തോടു കൂടി കാണാനൊക്കെ സാധിച്ചത് ദീപക് ഒരു ലഹരിയോടുകൂടി, ഒരു പാഷനോടുകൂടി ഇതിനെ കണ്ട് ഇതിൽ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഫാമിലിയും ഒരു തരത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ലഹരി വേണം. അത് ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ള ലഹരി തന്നെയാണ്. ആ ലഹരി എന്താണ്, നമുക്ക് ഓരോരുത്തർക്കും ലഹരി പിടിക്കാനായിട്ട് വേണ്ടത് എന്താണെന്നുള്ളത്, നന്മയുള്ള ലഹരികൾ മറ്റുള്ളവർക്ക് കൗതുകവും അത്ഭുതവും സമ്മാനിക്കാനുള്ള കാര്യകാരണങ്ങളാകുന്നു കൂടിയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ഒരു പാഠമായി തീരും. അതുകൊണ്ട് ദീപക് നല്ലൊരു മെസ്സേജാണ് ഈ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ സമൂഹത്തിന് തന്നത്. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലെ ഏറെ നല്ല കൗതുക കാഴ്ചകൾ മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.